ഹായ് ഓൾ വെൽക്കം ടു വൺ. സോ ഗേറ്റ് 2027 കംപ്ലീറ്റ് ഇൻഫോർമേഷൻ സീരീസ് നമ്മുടെ ചാനലിൽ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ മറ്റൊരു സെഷൻ, ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, അല്ലെ ഈ സീരീസിന്റെ ഈ ഭാഗത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2 പേപ്പർ കോമ്പിനേഷൻ ആണ് അല്ലെ. ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗേറ്റ് എക്സാം എഴുതുമ്പോൾ ഏത് സെക്കൻഡറി പേപ്പർ എടുക്കണം, ഏതൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ള ഓപ്ഷൻ. അത് നമ്മളപ്പോൾ ഇപ്പോഴേ അത് ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്ത് വെക്കുക. കാരണം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതെടുക്കണോ അതെടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ നിങ്ങൾ ഏതാണോ പ്രൈമറി ബ്രാഞ്ച് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്, അത് നിങ്ങളുടെ പ്രൈമറി ബ്രാഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സം സെറ്റ് ഓഫ് സെക്കൻഡറി ഓപ്ഷൻസ് ഉണ്ട്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ബ്രാഞ്ച് നമുക്ക് സെക്കൻഡറി ആയിട്ട് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ കോർ പേപ്പർ ഇല്ല കോർ ബ്രാഞ്ച്, നിങ്ങൾ പഠിക്കുന്ന ബ്രാഞ്ച് ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡറി ഓപ്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ സെഷനിൽ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 30ഓളം ബ്രാഞ്ച് പേപ്പേഴ്സ് വരുന്നുണ്ട്. അതിൽ കോർ ബ്രാഞ്ച് ഏതൊക്കെയാണ്, മീൻസ് കോർ ബ്രാഞ്ച് നമ്മൾ എടുക്കാൻ നേരത്തെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡറി പേപ്പേഴ്സ് ഏതൊക്കെയെന്നാണ് നമ്മളെന്ത് ഈ ഒരു വീഡിയോ സീരീസ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം അറൗണ്ട് 30 ബ്രാഞ്ച് പേപ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കോഡ് കറസ്പോണ്ടിങ് ആയിട്ട് പേപ്പർ കോഡാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ CE എന്ന് പറഞ്ഞ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, ME എന്ന് പറഞ്ഞ മെക്കാനിക്കലാണ്. അപ്പോൾ ആ ഒരു കറസ്പോണ്ടിങ് കോഡ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡറി പേപ്പറിന്റെ കോഡുകളാണ് ഇത് ഇപ്പുറത്തെ സൈഡിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ തന്നെ ഇപ്പോൾ നമ്മൾ സിവിൽ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ സിവിൽ പ്രൈമറി പേപ്പർ ആയിട്ട് എടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കോഴ്സ് കോഡുള്ള അല്ലെ സെക്കൻഡറി പേപ്പർ കോഡുകളാണ് എന്ത് ഈ ഒരു ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ സിവിൽ എടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ അഗ്രികൾച്ചറിന്റെ പേപ്പർ എഴുതാം, അതല്ലെങ്കിൽ എയറോസ്പേസിന്റെ പേപ്പർ എഴുതാം, ആർക്കിടെക്ചറിൽ എഴുതാം, എൻവയോൺമെന്റൽ സയൻസ് ഉണ്ട്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പേപ്പർ എന്താ ആഡ് ഓൺ ആയിട്ട് എഴുതാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമ്മുടെ സീരീസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇപ്പോൾ ഒരു 2 പേപ്പർ എഴുതുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് ഒക്കെ ഡബിൾ കൊടുക്കേണ്ട കേസുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ആ ഒരു ഫീൽഡ് നോക്കണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഈ സെക്കൻഡറി പേപ്പറിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്റ്റ് ചെയ്യുക. നമ്മളോട് കോമൺലി കുട്ടികൾ ചോദിക്കാറുമുണ്ട് ഏതെടുക്കണമാണ് നല്ലതെന്നുള്ളത്. പക്ഷെ ഏതെടുക്കണമെന്ന് നല്ലതെന്നുള്ളത് നമ്മൾ പറയുകയല്ല, നിങ്ങൾക്ക് ആപ്റ്റായിട്ട് ഏതാണ് നല്ലതല്ല, നിങ്ങൾ ആ ഒരു ഫീൽഡ് നോക്കുന്നുണ്ടോ. ഇനി ക്രാക്ക് ചെയ്യാനുള്ള ചാൻസസ് നോക്കുമ്പോൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് സയൻസ് പേപ്പറിലെ മാത്സ് ആപ്റ്റിറ്റ്യൂഡ് 2 കോർ സബ്ജക്റ്റ് ഒക്കെ ഉള്ളൂ. പക്ഷെ അതിലൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി കോമ്പറ്റീഷൻ ലെവൽ കൂടുതലാണ്. അതേപോലെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കൂടുതലാണ്. അപ്പോൾ ഓരോ കുട്ടികളുടെ പെർസ്പെക്റ്റീവ് എന്താണ് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫീൽഡാണ് നോക്കണം അതിനനുസരിച്ച് വേണം എന്ത് ഈ ഒരു സെക്കൻഡറി പേപ്പർ ഓപ്റ്റ് ചെയ്യണം. അപ്പോൾ സിവിലിന്റെ കേസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സിമിലർലി കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്കാണെങ്കിൽ DA ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രോണിക്സിന്റെ പേപ്പർ, അതുപോലെ മാത്സ്, മെക്കാനിക്കൽ, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതേപോലെ ഇപ്പോൾ ഈ ഒരു 27 ഗേറ്റ് എക്സാമിന് പുതിയൊരു പേപ്പറും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് റോബോട്ടിക്സിന്റെ. അപ്പോൾ ആ ഒരു പേപ്പറും കൂടി കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് എഴുതാൻ എന്താ മീൻസ് എഴുതാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എഴുതാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ സെലക്ട് ചെയ്യാം. ഇനി അതേപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസിനാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ പേപ്പർ എഴുതാം, ഡാറ്റ സയൻസ്, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, ഫിസിക്സ്, റോബോട്ടിക്സ്, ഇതിൽ ഏതെങ്കിലും ഒരു പേപ്പർ സെലക്ട് ചെയ്യാം. ഇനി ഇലക്ട്രിക്കൽ കുട്ടികൾക്കാണെങ്കിൽ ഡാറ്റ സയൻസ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, റോബോട്ടിക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓൾമോസ്റ്റ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, CS ഒക്കെ കുറേയൊക്കെ ഇപ്പോൾ ഇലക്ട്രോണിക്സ് എഴുതുന്നവർ CS എഴുതുന്നവരുണ്ട്. കാരണം അതിലെ സബ്ജക്ട്സ് കുറച്ചൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് സെയിം തന്നെ ഉണ്ട്. അങ്ങനെ ക്രാക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് ആയാലും ഒരുപാട് പേര് ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസ് CS പേപ്പർ എഴുതി ക്രാക്ക് ചെയ്തവരുണ്ട്. കാരണം സബ്ജക്ട്സ് കുറേയൊക്കെ സിമിലർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെക്കൻഡറി പേപ്പർ ഓപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, ഒരു കോമൺ സബ്ജക്ട്സ് തന്നെ പേപ്പർ നിങ്ങൾ സെലക്ട് ചെയ്താൽ പിന്നെ ബാക്കിയുള്ള സബ്ജക്ട്സ് കുറച്ച് പഠിച്ചാൽ മതി. കാരണം ഇല്ലേ നിങ്ങൾ ആഡ് ഓൺ ആയിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചും കൂടി വേണം എന്ത് ചെയ്യും സെക്കൻഡറി പേപ്പർ നോക്കാനായിട്ട്. ഇനി മെക്കാനിക്കൽ സ്റ്റുഡൻസ് ആണെങ്കിൽ എയറോസ്പേസിന്റെ പേപ്പർ എഴുതാം, കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റ സയൻസ്, ഇൻസ്ട്രുമെന്റേഷൻ, നേവൽ ആർക്കിടെക്ചർ ആൻഡ് മറൈൻ, അതേപോലെ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ, റോബോട്ടിക്സ്, എഞ്ചിനീയറിംഗ് സയൻസ്, ഇതിൽ ഏതെങ്കിലും ഒരു പേപ്പർ സെലക്ട് ചെയ്യാം. മെക്കാനിക്കൽ കുട്ടികൾ കോമൺലി എഞ്ചിനീയറിംഗ് സയൻസ് പേപ്പർ സെലക്ട് ചെയ്യാറുണ്ട്, പ്രൊഡക്ഷൻ സെലക്ട് ചെയ്യാറുണ്ട്. കാരണം അതിലൊക്കെ കുറേ സബ്ജക്ട്സ് സിമിലർ വന്നുകൊണ്ട് ആ പേപ്പറൊക്കെ എന്താണ് സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ സിവിൽ നോക്കി, കമ്പ്യൂട്ടർ സയൻസ് നോക്കി, EC നോക്കി, ഇലക്ട്രിക്കൽ നോക്കി, മെക്കാനിക്കൽ നോക്കി, മെയിനായിട്ട് കോർ പിന്നെ 5 ബ്രാഞ്ചിന്റെ പേപ്പർ നോക്കി. അപ്പോൾ ഇതിൽ വന്ന സെക്കൻഡറി പേപ്പർ ഉള്ളവർക്ക് ഇപ്പോൾ നേരെ തിരിച്ചായാലും, ഇപ്പോൾ ഡാറ്റ സയൻസ് DA എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ വന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് എന്താ മെക്കാനിക്കൽ പേപ്പർ എഴുതാം, ഈ ക്രോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ DA നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ CS-ന്റെ പേപ്പർ എഴുതാം, ഇലക്ട്രോണിക്സ് എഴുതാം, ഇലക്ട്രിക്കൽ എഴുതാം, മെക്കാനിക്കൽ എഴുതാം. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ സിമിലർലി ആണ് ബ്രാഞ്ച് ബാക്കിയുള്ള ബ്രാഞ്ചുകാർക്കും വന്നത്. കോർ ബ്രാഞ്ച് എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ. പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് കോഡ് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഏതാണ് എഴുതാൻ പറ്റണമെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ 2 പേപ്പർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈമറിയും സെക്കൻഡറിയും 2 ദിവസം 2 സെഷൻസ് 2 ഇതിലാവാം. പിന്നെ എക്സാമിനേഷൻ സിറ്റീസ് ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാം. അല്ലാണ്ട് ഒരേ എക്സാമിനേഷൻ സിറ്റി തന്നെ കിട്ടണമെന്ന് വേണ്ട. നമ്മൾ 3 ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ 1 to
ആ രീതിയിലാവാം. അപ്പം അതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് വരും. അല്ലാണ്ട് നമുക്കിത് ഒരേ എക്സാമിനേഷൻ സിറ്റിയിൽ തന്നെ വന്നോ എന്നുള്ളത് ഒരു ഉറപ്പില്ല. അതൊക്കെ അവർ ഓൾറെഡി അവരുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. എക്സാമിനേഷൻ സെന്റേഴ്സ് ഓഫ് കാൻഡിഡേറ്റ് ഫോർ സെക്കൻഡറി പേപ്പർ എന്താ മേ ബി ഡിഫറെന്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ 3 എക്സാമിനേഷൻ സിറ്റീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് പറഞ്ഞു, നിങ്ങൾ ആ ഫീൽഡ് നോക്കണ്ടെങ്കിൽ മാത്രം ആ സെക്കൻഡറി പേപ്പർ ഓപ്റ്റ് ചെയ്ത് എഴുതുക. അല്ലാണ്ട് ചുമ്മാ എഴുതി ഫീസ് തന്നെ ഒരു 2000 രൂപയോളം അടച്ച് വെറുതെ കളയരുത്. ഓക്കെ, സോ ഫൈനലി നമ്മുടെ വൺസിൽ എല്ലാ ഈ ഒരു EC EEE സിവിൽ മിക്ക ബ്രാഞ്ചുകളുടെ കോഴ്സുകൾ ഇപ്പോൾ ലൈവാണ്. ലേണിംഗ് കോഴ്സുകൾ ആക്റ്റീവാണ്. അപ്പോൾ ഗേറ്റ് 2027 നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ നോക്കണമെങ്കിൽ അതിനൊരു ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് നമ്മൾ ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ സ്മാർട്ട് ക്ലാസ് വീഡിയോസ് ആണ് വരുന്നത്. ആപ്പ് വഴി വീഡിയോ കാണുമ്പോൾ ഡൗട്ട്സ് ചോദിക്കാനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. വോയിസ് ചാറ്റ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ഹാർഡ് കോപ്പി മെറ്റീരിയൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക്, അത് ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള തിയറി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ടെസ്റ്റ് ആണ്. ആൻഡ് മെയിൻ തിങ്, നമ്മളിപ്പോൾ ഓൺലൈൻ ടെസ്റ്റ് സീരീസ് 27 വേണ്ടിയുള്ള പുതിയൊരു മോഡൽ ടെസ്റ്റ് സീരീസ് തന്നെ നമ്മുടെ വെബ് ആപ്പ് മീൻസ് നിങ്ങൾ വെബ്സൈറ്റ് വഴിയാണ് എഴുതുന്നത്. ആ ഒരു മോഡലിൽ തന്നെയുള്ള ടെസ്റ്റുകൾ നമ്മുടെ കയ്യിൽ ആക്റ്റീവ് ആണ്. സബ്ജക്ട് വൈസ്, ടോപ്പിക് വൈസ് ഫുൾ മോക്ക് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ കോഴ്സ് പ്ലസ് പ്ലേസ്മെന്റ് ട്രെയിനിങ്ങിന്റെ കോഴ്സും കൂടെ നമ്മൾ ആഡ് ഓൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് മേക്ക് ചെയ്യാം. അതിൽ നമ്മുടെ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഏത് വഴിയായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി ഒട്ടും ടൈമില്ല, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാറായി. പ്രിപ്പറേഷൻസ് ഇനിയും ഡിലേ ആവേണ്ട, ഉടനെ തുടങ്ങണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ താങ്ക് യു.